വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ സുപ്രീം കോടതി 3-4 ദിവസമായി നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. അതിൽ ആദ്യം സുപ്രീം കോടതി തുടങ്ങിയത് അറിയാലോ, നമ്മുടെ ഗവർണർമാരുടെ അവരുടെ അധികാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും സുപ്രീം കോടതി കൈകടത്തിയിട്ട് ഗവർണർമാരോട് ബില്ലുകൾ എത്രയും പെട്ടെന്ന് തീർപ്പാകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പക്ഷെ സുപ്രീം കോടതിക്ക് അതിനുള്ള പവർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് പോട്ടെ. രണ്ടാമത്തെ കാര്യം, ഗവർണർ പോട്ടെ, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വരുന്ന ബില്ലുകൾ 3 മാസത്തിനകം നിങ്ങൾ ഒപ്പിട്ടിരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ സമയത്ത് ഞാനൊരു നല്ല ട്രോള് കണ്ടു കേട്ടോ. വരുന്ന ബില്ലുകൾ 3 മാസത്തിനകം ഒപ്പിട്ടിരിക്കണമെന്ന് സുപ്രീം കോടതി രാഷ്ട്രപതിയോട്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വരുന്ന കേസുകളും 3 മാസത്തിനകം തീർപ്പാക്കട്ടെ എന്ന്. അയ്യോ, ഞങ്ങൾക്ക് അത് പറ്റില്ല, ഞങ്ങൾക്ക് മിനിമം ഒരു 30 വർഷമെങ്കിലും വേണം എന്ന് സുപ്രീം കോടതി തിരിച്ചു പറയുന്ന ഒരു നല്ലൊരു ട്രോള് കണ്ടായിരുന്നു. അത് ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. എന്തായാലും സമാനമായ രീതിയിൽ ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നരേന്ദ്രമോദി സർക്കാരിനെ എടുത്തു ഉടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമമാകുമ്പോൾ കുറച്ചുകൂടെ നല്ല വെയിറ്റിൽ കൊടുക്കൂല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പേരെടുത്ത് കോട്ട് ചെയ്തത്. മനോരമയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ വെയിറ്റ് പോരാ എന്നുള്ളതാണ്. മാധ്യമമാകുമ്പം കൊള്ളാം, നരേന്ദ്രമോദിയെ എടുത്ത് ഉടുത്തു എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. അമുസ്ലിങ്ങളെ കയറ്റുന്നത് സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ട്, കളക്ടർക്ക് ഇത് നടത്താം എന്ന് പറഞ്ഞാൽ കളക്ടർക്ക് അന്വേഷണം നടത്താം. പക്ഷെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിങ്ങൾ എങ്ങനെ കയറ്റും? സുപ്രീം കോടതി ഒന്നാമതായി ചോദിച്ചതാണ്. പക്ഷെ കളക്ടർക്ക് നടത്താമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്, രജിസ്ട്രേഷൻ മൂലമോ കോടതി ഉത്തരവാലോ ഉപയോഗത്തിലൂടെയോ മറ്റേതെങ്കിലും നിലയ്ക്കോ വഖഫായി കണക്കാക്കപ്പെടുന്ന സ്വത്തുക്കൾ നോട്ടിഫൈ ചെയ്ത് അതല്ലാതാക്കരുത് എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ചേട്ടാ. ഈ രജിസ്ട്രേഷൻ മൂലമോ അത് ഓക്കെയാണ്, കോടതി ഉത്തരവാലോ അതും ഓക്കെയാണ്, ഉപയോഗത്തിലൂടെയോ ശരി, അത് നമുക്ക് വേണമെങ്കിൽ ഒരു 50-50 ഓക്കെ വെച്ച് കൊടുക്കാം. കാരണം ഉപയോഗത്തിൽ ഇരിക്കുന്ന വഖഫ് ഭൂമിയാണല്ലോ. മറ്റേതെങ്കിലും നിലയ്ക്കോ, അതാണ് എന്റെ ഒരു ഡൗട്ട്. ഈ മറ്റേതെങ്കിലും നിലയ്ക്കോ വഖഫായി കണക്കാക്കപ്പെടുന്ന സ്വത്തുക്കൾ നോട്ടിഫൈ ചെയ്ത് അതല്ലാതാക്കല്ലെന്ന് പറയുന്നു. അപ്പൊ സുപ്രീം കോടതിയും വഖഫ് ഭൂമിയിലാണെന്നാണല്ലോ ഇവര് പറയുന്നത്. അപ്പൊ മറ്റേതെങ്കിലും നിലയ്ക്കെന്നൊക്കെ പറയുമ്പോൾ സുപ്രീം കോടതി അത് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കളക്ടർക്ക് അന്വേഷണം നടത്താമെങ്കിലും പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നടപടിയായത്. കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തവർ എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം എന്ന് പറയുന്നു. അതിന് കോടതി പറഞ്ഞത് നിങ്ങളുടെ ഹിന്ദുക്കളുടെ ബോർഡിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നിങ്ങൾ കയറ്റുമോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ കയറ്റുമോ എന്നുള്ളതാണ്. എന്താണ് ഈ കോടതി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു നിയമം കൊണ്ട് ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ ആനന്ദിക്കുകയാണ്. കോടതി വന്നു കഴിഞ്ഞു, ഇനി കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കോടതിക്ക് വഖഫ് നിയമം എടുത്ത് തോട്ടിലെറിയാൻ പോണ ഇന്ത്യൻ പാർലമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ പറയുന്നത്. മുനമ്പത്തുകാരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടോ? കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം മുനമ്പം വീണ്ടും വഖഫ് ഭൂമിയായി തുടരുമോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് ആദ്യം നമുക്ക് ഗവർണർമാരുടെ വിഷയത്തിലേക്ക് വരാം. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ അടുത്ത് നമ്മുടെ കേന്ദ്രം നമ്മുടെ IPC വകുപ്പുകൾ ഒന്ന് പരിഷ്കരിച്ചിരുന്നു, ഒരു അമെന്റ്മെന്റ് നടത്തിയിരുന്നു ഭാരത് ന്യായ് സംഹിത വെച്ചിട്ട്. അതിനകത്ത് ചില ടൈം ലിമിറ്റേഷൻ കൊടുത്തിരുന്നു. ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം FIR ചെയ്യണം, ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കണം, 1 മാസം 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ശിക്ഷ വിധിക്കണം എന്ന് ഒരു നിയമം, ഒരു അമെന്റ്മെന്റ് പാസ്സാക്കി. സ്വാഭാവികമായി ഇതിനകത്ത് ഈ അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്നൊരു തർക്കം ഇവർക്കിടയിലുണ്ട്, ഈ കേന്ദ്രത്തിനും ജുഡീഷ്യറിക്കും ഇടയിലുണ്ട്. എല്ലാവർക്കും നിങ്ങളാണ് വലുത് എന്നൊരു ധാരണയുണ്ട്. ഈ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഒരു നിയമം വന്നത്. അതിനകത്ത് ടൈം ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മൾ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്, ആ ഒരു നിയമം നടപ്പാക്കിയ ചണ്ഡീഗഡിലും ഒക്കെ 45 ദിവസത്തിനുള്ളിലും 30 ദിവസത്തിനുള്ളിലും ഒക്കെ കേസുകൾ തീർപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേനും കോടതികൾക്ക് ഒരു അധിക ജോലിയും പ്രഷറും കൂടുകയാണ്. കാരണം ധാരാളം ക്രിമിനൽ കേസുകൾ ഇങ്ങനെ വരുമ്പോൾ ടൈം ലിമിറ്റിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പോഴത്തെ ഒരു സിസ്റ്റം പാടെ മാറി മറിഞ്ഞുകൊണ്ട് ചെറിയ ടൈമിനുള്ളിൽ ഇത് തീർപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ. അപ്പം എനിക്ക് ഈ ഗവർണർമാർക്കൊക്കെ ഈ സമയം നിശ്ചയിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ അതുമായിട്ടാണ് കൂട്ടിക്കെട്ടിയത്. അത് കേന്ദ്രം ഒരു നിയമം കുറച്ചു നാൾക്ക് മുമ്പ് പാസ്സാക്കിയിരുന്നു. അതായത് ഈ കേസുകളെല്ലാം കൂടെ ടൈം ലിമിറ്റ്, അതായത് 60 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം, അതിന് ശിക്ഷ വിധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം പാസ്സാക്കിയിരുന്നു. അപ്പം അതിനൊരു ബദലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. ഇത് എന്റെ ഒരു കണക്കൂട്ടൽ അങ്ങനെയാണ്. ഇനി നമുക്ക് വഖഫിലേക്ക് വന്നാല്, ഈ നിയമം വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് റദ്ദ് ചെയ്യാം. അതിനകത്ത് റദ്ദ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. പക്ഷെ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ആദ്യ സംഭവമായിരിക്കും. കാരണം ഒരിക്കലും ഈ ലെജിസ്ലേറ്റീവ്, അതായത് ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യ രീതി രൂപം കൊള്ളുന്ന പാർലമെന്റാണ് നിയമങ്ങൾ രൂപീകരിക്കുന്നത്. അതിന്റെ മുകളിൽ ജുഡീഷ്യറി ഒരു നിരോധിക്കുക എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നീക്കം ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയാൽ അതിന്റെ ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും.
ഇതിനു മുമ്പ് അങ്ങനെ നീക്കം ഇതിനു മുമ്പ് അങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ലെങ്കിലും അങ്ങനെ നീങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചെറിയ ഉദാഹരണം നമ്മൾ ഇന്ത്യൻ പാർലമെന്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഷബാനു ബാന കേസില് ജീവനാംശം നൽകണമെന്ന് സുപ്രീം കോടതി വിധി വന്നപ്പോൾ രാജീവ് ഗാന്ധി എങ്ങനെയാണ് അതിനെ മറികടക്കാൻ ഓർഡിനൻസ് പാർലമെന്റ് പാസ്സാക്കിയത് നമ്മൾ കണ്ടു. ഒരു ഓർഡിനൻസ് കൊണ്ട് അത് ഈസി ആയിട്ട് മറികടന്ന് അവർ മുമ്പോട്ട് പോകും. അപ്പൊ അത് നടക്കും. അതൊരിക്കലും ജുഡീഷ്യറി അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മുടെ 4 പ്രധാനപ്പെട്ട തൂണുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് ഈ ലെജിസ്ലേറ്റീവുകളാണ്. അവിടെയാണല്ലോ നിയമസഭയായാലും പാർലമെന്റ് ആയാലും നിയമം രൂപീകരിക്കുന്നതും പാസ്സാക്കുന്നതും അവിടെയാണ്. അതിനുശേഷം എക്സിക്യൂട്ടീവ് ആ നിയമം നടപ്പാക്കി ജുഡീഷ്യറി ആ നിയമം ഭരണഘടനയുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ എവിടെങ്കിലുമൊക്കെ പാകപ്പിഴയുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടിക്കുന്ന 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ 4 തൂണുകളാണല്ലോ നമുക്കുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഈ ലെജിസ്ലേറ്റീവിനെ മറികടന്ന് മുൻപോട്ട് പോവുക അസാധ്യമായ ഒരു കാര്യമാണ്. അതിനകത്ത് അവരങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പൊ ആ നിരോധിക്കാനുള്ള സാധ്യതകൾ വളരെ 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 കുറവാണ്. കാരണം ഈ ഒരു ബെഞ്ചിന് അത് നിരോധിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. കാരണം ഇതൊരു ഭരണഘടനാ വിഷയമായതുകൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിൽ പോകേണ്ട ഒരു വിഷയവുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ രാജ്യത്ത് ഇങ്ങനൊരു നിയമം നടപ്പാക്കുമ്പോൾ ഇതിനെതിരെ വലിയ രീതിയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ഹർജി വരികയും ചെയ്യുമ്പോൾ കോടതി എന്ന നിലയിൽ അത് പരിഗണിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. അത് ഏത് വിഭാഗത്തിന്റെ ആയാലും, മുസ്ലിം അല്ല, പാഴ്സി അല്ല, സിഖ് അല്ല, ആരായാലും പരിഗണിക്കേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം ശബരിമല വിഷയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം അത് പരിഗണിക്കില്ലെന്ന് പറഞ്ഞു, പിന്നീട് അത് പരിഗണിച്ചു, പിന്നീട് അത് ഭരണഘടനാ ബെഞ്ചിൽ വിടുകയായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഈ നിയമത്തിൽ എന്തെങ്കിലും നമുക്ക് മാറ്റം വരുന്നു. പക്ഷെ ഇതിനകത്ത് ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ഈ അമുസ്ലിങ്ങളെ ഇതിനകത്തേക്ക് കടത്തിവിടുന്നതിനെതിരെയാണ് ഇപ്പോൾ ഈ പറയുന്ന കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് അങ്ങനെ ഒരു വാക്ക് തുടക്കം മുതലേ തന്നെ കേന്ദ്രം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങൾ അല്ലാത്തവരെ എന്നവരെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കിരൺ റിജ്ജു മുനമ്പത്ത് വന്ന് പറഞ്ഞതിനകത്ത് വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ചട്ടക്കൂട് റെഡി ആയിട്ടില്ല. ഒരുപക്ഷെ 1 മാസത്തിനകോ 1.5 മാസത്തിനകോ ചട്ടക്കൂട് റെഡിയാകാത്ത ഒരു നിയമത്തിനകത്ത് എന്തൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇതിനകത്തെ ക്ലോസ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് ഈ മുസ്ലിങ്ങളുടെ സ്വത്ത് ഭരിക്കാൻ അമുസ്ലിങ്ങളുടെ ആവശ്യമില്ല, ഞങ്ങൾ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തിനകത്ത് അവർ പറയുന്ന കാര്യം 2 സ്ത്രീകൾ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഹിന്ദുക്കളുടെ സ്വത്തുക്കളാണല്ലോ, ഈ ഹിന്ദുക്കളുടെ സ്വത്തുക്കളും ഈ വഖഫിന്റെ ഭൂമിയായി പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും കൂടെ ബോർഡിൽ ഉണ്ടാകണമെന്ന്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞു എക്സ് ഒഫീഷ്യൽ ആയിട്ട് പറ്റും എന്ന് പറഞ്ഞു. എക്സ് ഒഫീഷ്യൽ ആയിട്ട് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞില്ലെങ്കിലും പറ്റും. എക്സ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ കളക്ടറാണ്, അത് ഉദ്യോഗസ്ഥന്മാരാണ്, അതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ആ ബോർഡിലേക്ക് ഒരു ജനപ്രതിനിധി വേണം. അതിപ്പോ അമുസ്ലിം ആകണം നിർബന്ധമൊന്നുമില്ല. മുസ്ലിം MP-യോ MLA-യോ ആകാം. അത് ഇഷ്ടം പോലെ ഇല്ലേ നമ്മുടെ രാജ്യത്ത്? മുസ്ലിം MP-മാർ MLA-മാർ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവരാകാം. മറ്റൊന്ന് ഒരു കാര്യം പറഞ്ഞത് പൊതുപ്രവർത്തകർ, അതായത് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം. അതൊരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാകാം, അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാകാം. എല്ലാവർക്കും അറിയപ്പെടണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യക്തി, 2 സ്ത്രീകൾ, ഇത്രയുമാണ് പറഞ്ഞത്. അതിനെയാണ് ഈ രീതിയിലാക്കിയത്. ഒരുപക്ഷെ ഇതിനകത്ത് അതിനൊരു എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് എണ്ണം പറയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു വശം. അതായത് ഇപ്പോൾ വഖഫ് ബോർഡ് മെമ്പർമാർ അത്രയും തന്നെ അമുസ്ലിങ്ങളെ ഇത് തിരികെ കയറ്റുമോ എന്നൊരു ഭയം ഇതിലുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല ധനുഷ്, ഇന്ന് ചട്ടം റെഡിയാക്കാത്തതുകൊണ്ട് കൃത്യമായി എത്ര എണ്ണമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഈ ഇവർ നൽകുന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞ 2 സ്ത്രീകളുണ്ട്, 3 ജനപ്രതിനിധികളുണ്ട് നമ്മൾ പറയുന്നത്. രണ്ടാമത് കോടതി പറഞ്ഞൊരു കാര്യം, കളക്ടർക്ക് സർവേ നടത്താനുള്ള ഒരു അധികാരം പുതിയ ബില്ല് പറയുന്നുണ്ട്. സർവേ നടത്തിയിട്ട് ഉടനടി നടപടി എടുക്കരുത്. സർവേക്ക് പോകുമ്പോൾ കോടതി ആ വിവരം അറിയിക്കണം. ഇപ്പൊ നിലവിൽ, അതായത് ഉടൻ നടപടി എടുക്കരുതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കേസ് കോടതി പരിഗണിക്കുന്നതുകൊണ്ടാണ് ഉടൻ നടപടി എടുക്കരുതെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോടതിയെ അറിയിക്കണം സർവേ നടപടികൾക്ക് പോവുകയാണെങ്കിൽ. കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്നു കളക്ടർക്കാണ് ഈ ഭൂമി വഖഫിന്റെ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ കേന്ദ്രം പരിഗണിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഇതാണ് ഇപ്പൊ മുസ്ലിംകൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ആശങ്കയും അവർ സമരത്തിനിറങ്ങാനുള്ള പ്രധാന കാരണം മൂന്നാമത്തെ കാര്യമാണ്. അതിന് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് പറയുന്ന കാര്യം, കാലങ്ങളായി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദർഗ, ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മസ്ജിദ്, ഇതൊക്കെ ഇനി സർക്കാർ പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് അത് പറയുന്നത്. അതിനകത്ത് ഒരു അവ്യക്തത. ഈ വിഷയം കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഷോൺ ജോർജ് അടക്കം കിരൺ റിജ്ജുവിനെ ധരിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം ഷോൺ ജോർജ് മാത്രമല്ല, നമ്മുടെ ജനതാദൾ യുണൈറ്റഡിന്റെ നേതാവ് ശ്രീ നിതീഷ് കുമാർ ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു. അതായത് അതിനൊരു കാലയളവ് വെക്കണം, അതുപോലെ പഴക്കമുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഗണത്തിൽ, അതായത് ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരരുത്.
അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ആരാധനാലയവും പിടിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞാൽ വഖഫിന്റെ ഭൂമി അതിൽ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ച് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ്. അതിനകത്ത് പറയുന്ന നിയമം എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനത്തിന്, മതപരമായ പ്രവർത്തനത്തിന്, അതായത് മദ്രസ നടത്താം, തടസ്സമില്ല. ചാരിറ്റി പ്രവർത്തനം നടത്താം, തടസ്സമില്ല. ഹോസ്പിറ്റൽ നടത്താം, തടസ്സമില്ല. പകരം ഈ കേരളത്തിൽ ഒരുപക്ഷെ വഖഫ് ഭൂമിയുടെ ഒരു തിക്തഫലം ആർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ്. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വഖഫ് ഭൂമിയിലൊക്കെ വൻകിട ഹോട്ടലുകളും ബാറും ഒക്കെ അടക്കമാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ വഖഫ് ഭൂമിയിൽ ഇത്രയും കൊമേഴ്സ്യൽ ബിൽഡിംഗ് വന്നതെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഈ വഖഫ് ബോർഡിന്റെ ഏറ്റവും വലിയ തട്ടിപ്പ്. വഖഫിലേക്ക് ഒരാൾ സംഭാവന ചെയ്യുന്നു, ലീഗലോ ഇല്ലീഗലോ ആയിട്ട് സംഭാവന ചെയ്യുന്ന ഈ ഭൂമി കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവർ മറിച്ച് വിൽക്കുകയാണ്. അങ്ങനെയാണ് ഉത്തരാഖണ്ഡിൽ ഏതാണ്ട് 60,000 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചെടുത്തത്. ഇതാണ് നടക്കുന്നത്. ഇത് മതപരമാണോ? ഈ വഖഫിന്റെ നിയമങ്ങൾക്ക് അനുസൃതമാണോ? വഖഫ് എന്ന് പറയുന്ന മുസ്ലിം മതത്തിന്റെ നിയമം അനുസരിച്ച് തന്നെയാണെങ്കിൽ അത് ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി ചോദിക്കുന്ന ചോദ്യം. അതൊരാള് ഒരു മുസ്ലിം മതവിശ്വാസി, ഒരു ഇസ്ലാം മതവിശ്വാസി ഈ ഭൂമി ദാനം ചെയ്യുമ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ദാനം ചെയ്യുന്നത്? ഈ ഭൂമി മതപരമായ കാര്യത്തിനോ അല്ല എങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി, അതായത് മതപരമോ ചാരിറ്റിക്കോ വേണ്ടി മാത്രമാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ. അല്ലാതെ ബാർ നടത്താനോ ഹോട്ടൽ നടത്താനോ റിസോർട്ട് നടത്താനോ പറയുന്നില്ല. അതിനല്ല ഭൂമി കൊടുത്തത്. അതിന് ഭൂമി കൊടുക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അവർക്ക് തന്നെ സ്വന്തമായിട്ട് വിറ്റാ പോരെ. അപ്പം അവർ നൽകുന്ന ഭൂമി. അപ്പം ഇതാണ് കേന്ദ്രം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പഴക്കമുള്ള, അതായത് ദേവാലയങ്ങളും മറ്റുമൊക്കെ, അതായത് മുസ്ലിം ഇപ്പൊ മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തത്. അവിടെ ആൾക്കാരാണ് താമസിക്കുന്നത്. അവിടെ ദർഗയും മസ്ജിദും പഴക്കമുള്ള സാധനങ്ങളൊന്നും തന്നെയില്ല. അപ്പൊ അത് അങ്ങനെ പൊക്കോട്ടെ എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതും വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ചട്ടക്കൂടും കാര്യങ്ങളും വരണം. ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എനിക്ക് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട്, കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, JDU ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു സമവായം ഉണ്ടായിട്ടുള്ളതാണ് നേരത്തെ തന്നെ. ഇത് JPC കമ്മിറ്റിയുടെ മുമ്പിലും ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. ഈ 3 കാര്യങ്ങളാണ് ഇപ്പൊ കോടതി പറഞ്ഞത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു കോടതിയുടെ ഒരു വിധി അനുസരിച്ച് ഈ 3 കാര്യങ്ങളിലേക്ക് തൽക്കാലം ഒരു സ്റ്റേ പോലെ തൽക്കാലം ഇതിനകത്ത് നിങ്ങൾ നടപടിയെടുക്കരുത്, ഞങ്ങൾ അത് കൂടുതൽ പരിശോധിച്ചിട്ട് ഞങ്ങൾ പറയാം എന്നുള്ളതിൽ പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അത് ന്യായമുള്ള കാര്യമാണ്. കാരണം നമുക്കും തോന്നുന്നത് ഇതിനകത്തൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ അമുസ്ലിങ്ങളുടെ എണ്ണമുണ്ട്, കൃത്യമായ ഒരു എണ്ണം. ഇപ്പൊ നമ്മൾ ഈ ബോർഡിലേക്കൊക്കെ എടുക്കുമ്പോഴൊരു എണ്ണമുണ്ട്. അങ്ങനെ എണ്ണമുണ്ടോ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അതിനകത്ത് ഈ കളക്ടർ അസസ് ചെയ്യാൻ കോടതിയെ അറിയിക്കുന്നില്ല. കാരണം നിലവിലിപ്പോ നമ്മുടെ രാജ്യത്ത് തന്നെ സിവിൽ കേസുകൾ കോടതിയെ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ പിന്നീട് തഹസിൽദാരും മറ്റുള്ളവരൊക്കെ എത്തി സ്ഥലവളർപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതും ഒരു അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്പഴക്കം ചെന്ന, അതായത് അത് BJP നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ വഖഫിന്റെ ആവശ്യത്തിൽ കൊടുത്ത ഭൂമി അതിന് തന്നെയാണോ എന്നുള്ളതാണ് അതിൽ പ്രധാന പ്രശ്നം. ഇനി 40,000-ലധികം കേസ് ഈ വഖഫ് ബോർഡിനെതിരെ ഉണ്ട്. ഈ കേസ് കൊടുത്തിരിക്കുന്നതിൽ 9,000 സംതിങ് പേര് മുസ്ലിങ്ങളാണ്. അവരെന്തിനാണ് ഈ കേസ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് ബഹുഭൂരിപക്ഷം പേരും അവരുടെ അപ്പൂപ്പന്റെ കാലത്തൊക്കെ ഈ വഖഫിന് കൊടുത്ത ഭൂമി അത് ഇതിനകത്ത് തിരിച്ചു മേടിക്കാനുള്ള വകുപ്പുണ്ട്. ഇവര് പറയുന്ന അങ്ങനെ ഒരു വകുപ്പ് ഇല്ലെന്നാ പറയുന്നത്. അതായത് ഞാൻ കൊടുത്ത ഭൂമി ഞാൻ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ കൊടുത്തത് അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ അത് തിരിച്ചു മേടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ഇവര് പറയുന്ന റൈറ്റ് ഇല്ലെന്നാണ്. അതും ഈ നിയമത്തിൽ, പുതിയ വഖഫ് ബോർഡിന്റെ നിയമത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനത് കൊടുക്കുന്നത് മതപരമായ പ്രവർത്തനത്തിന്, ചാരിറ്റി പ്രവർത്തനത്തിന് നടത്താൻ വേണ്ടി, പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകുന്ന ഭൂമിയാണ്. അതല്ല ചെയ്യുന്നതെങ്കിൽ എനിക്കത് തിരിച്ചു മേടിക്കാനുള്ള റൈറ്റും ഉണ്ട്. കാരണം അവരെന്റെ വിശ്വാസത്തെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വകുപ്പ് കൂടെ പുതിയ ബില്ലിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും എനിക്കത് പാടായത് നിരോധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഇങ്ങനെയുള്ള ഇതിനകത്തുള്ള 2-3 കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ, ഇപ്പൊ കളക്ടർമാരോട് പറഞ്ഞില്ലേ നിങ്ങളിപ്പം ഉടൻ നടപടികളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞതുപോലെ ഈ 3 കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരുത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേന്ദ്രത്തിന് ഒരു വളരെ വിശദീകരിച്ച് ഇത് പറയാമായിരുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു, പക്ഷെ അവർ ചട്ടക്കൂട് റെഡിയാക്കിയിട്ടില്ല. അത് തന്നെയാണ് ഈ കിരൺ റിജ്ജു മുരമ്പത്ത് എന്ന് പറഞ്ഞത്. ചട്ടങ്ങൾ ശരിയായിട്ടില്ല, ചട്ടങ്ങൾ ശരിയാക്കട്ടെ, നമുക്ക് നീങ്ങാം, ജുഡീഷ്യറിയിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് അദ്ദേഹം പറയാൻ കാരണം ജുഡീഷ്യറിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ കയ്യിൽ അതിനുള്ള ഒരു കാര്യങ്ങളില്ല. ഇത് നീണ്ടുപോകത്തേ ഉള്ളൂ ഈ കേസ്. ഇനി വാദങ്ങളിൽ തുടർവാദങ്ങൾ കേൾക്കണം. ഇത് ഭരണഘടനാ ബെഞ്ചിന് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങൾ ഇതിങ്ങനെ നീണ്ടുപോകും. വഖഫ് നിയമം തന്നെയാണ്, പാസ്സായത് തന്നെയാണ്. അതിന്റെ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോയി, അതായത് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനകത്ത് ഇപ്പം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇന്നലെ 150 പേർക്ക് നോട്ടീസ് കൊടുത്തായിരുന്നു. ഇത് ഞങ്ങളുടെ വഖഫ് ഭൂമിയാണ്, ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ വാടക തരണമെന്ന്. അപ്പൊ അതൊന്നും ഇനി നടക്കില്ല. കാരണം അവർക്ക് ഇപ്പൊ ഒരു ബലമായി കോടതിയിൽ പോകാനും ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരു ബലമായി കഴിഞ്ഞു. മറ്റേത് കോടതി പോകാൻ പറ്റത്തില്ലോ, വഖഫ് ട്രിബ്യൂണലല്ലേ വിധി പറയാം. ഇതാണ് അതിന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ. ഇനി ഇപ്പൊ ബാക്കിയുള്ള കോടതി നടപടികൾ എന്താണെന്നുള്ളത് വരും മണിക്കൂറിലൊക്കെ അറിയാൻ കഴിയുന്നതായിരിക്കും. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.